ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ PSC എക്സാമിൽ സ്ഥിരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്താൽ PSC അപ്ഡേറ്റ്സും തൊഴിൽ വാർത്ത, തൊഴിൽ വീഥി, PSC ബുള്ളറ്റിൻ, കറണ്ട് അഫയേഴ്സ് എല്ലാത്തിൻ്റെയും PDF അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ദക്ഷിണാഫ്രിക്ക, നമീബിയ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയായ നദിയാണ് ഏത്? ഓറഞ്ച് നദി. ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയായ നദിയാണ് അമൂർ. ദലൈലാമ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ഏത് വർഷമാണ്? 1959. അദ്ദേഹത്തിന് സമാധാന നോബൽ ലഭിച്ചത് 1989. ലോകത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഇസ്ലാമിക രാഷ്ട്രം കസാഖിസ്ഥാനാണ്. എന്നാൽ മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഇന്തോനേഷ്യയിലാണ്. 1881 ഫൈസാബാദിൽ സ്ഥാപിതമായ ഔദ് കൊമേഴ്സ്യൽ ബാങ്കാണ് പൂർണ്ണമായും ഇന്ത്യൻ മൂലധനത്തിൽ ആരംഭിച്ച ആദ്യത്തെ ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനത്തിൽ ആരംഭിച്ച ആദ്യത്തെ ബാങ്കാണ് ഔദ് ബാങ്ക്. എന്നാൽ പൂർണ്ണമായി ഇന്ത്യൻ മൂലധനത്തിൽ ആരംഭിച്ചതും ഇപ്പോൾ തുടരുന്നതുമായ ഏറ്റവും പഴക്കം ചെന്ന ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാലാ ലജ്പത് റായിയാണ്. വെങ്കിടേശ്വര ക്ഷേത്രം തിരുപ്പതിയിലാണ്. എന്നാൽ മല്ലികാർജുന ക്ഷേത്രം നല്ലമലയിലെ ശ്രീശൈലം എന്ന സ്ഥലത്താണ്. ശ്രീ വരാഹ നരസിംഹ ക്ഷേത്രം സിംഹാചലത്തിലും ശ്രീ സീതാരാമകൃഷ്ണ ക്ഷേത്രം ഭദ്രാചലത്തിലുമാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന പദവി തെലങ്കാന രൂപവൽക്കരണത്തോടെ ആന്ധ്രാപ്രദേശിന് നഷ്ടമായി. ഇപ്പോൾ കർണാടകയാണ് ഏറ്റവും വലിയ തെക്കേ ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും വലിയ തെക്കേ ഇന്ത്യൻ സംസ്ഥാനം അതാണ് കർണാടക. നേരത്തെ ആരായിരുന്നു? ആന്ധ്രാപ്രദേശ് ആയിരുന്നു. മുമ്പ് 7 സംസ്ഥാനങ്ങളുമായി അധികാര പരിധി ഉണ്ടായിരുന്ന ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഇപ്പോൾ 4 സംസ്ഥാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളാണത്. വൃന്ദാവൻ ഗാർഡൻസ് കർണാടകത്തിലാണ്. എന്നാൽ ശ്രീകൃഷ്ണൻ ബാല്യകാലം ചെലവഴിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന വൃന്ദാവനം ഉത്തർപ്രദേശിലാണ്. ചിത്രകൂട്ട് വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡ്. ചിത്രകൂട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ചിത്രകൂട് ജില്ല ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ലോക്സഭാ മണ്ഡലമാണ് ജമ്മു കാശ്മീരിലെ ലഡാക്ക്. 2014 ജനുവരിയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം തെലങ്കാനയിൽ മൽക്കജ്ഗിരിയായിരുന്നു. ബംഗാളിൽ നിന്ന് വേർപ്പെടുത്തി ബീഹാർ ആൻഡ് ഒറീസ പ്രവിശ്യ രൂപീകരിച്ചത് 1912 പക്ഷേ ഒറീസയെ പ്രത്യേക പ്രവിശ്യയാക്കിയത് 1936. ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി എന്നതിൻ്റെ പഴയ പേരാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്. മധ്യപ്രദേശിലെ ഗ്വാളിയർ ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേരിൽ 1957 സ്ഥാപിച്ച സ്ഥാപനമാണ് ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പരിഷ്കരിച്ചത്. നമ്മളിവിടെ കേരളത്തിലുള്ള ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാര്യവട്ടമാണ്. 37-ാം വയസ്സിൽ മിസോറാം ഗവർണറായ വ്യക്തിയാണ് സ്വരാജ് കൗശൽ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഗവർണറായ വ്യക്തി സ്വരാജ് കൗശൽ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ക്യാബിനറ്റ് മന്ത്രിയായ വ്യക്തിയാണ് സ്വരാജ് കൗശലിൻ്റെ ഭാര്യയായ സുഷമ സ്വരാജ്. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് MO ഹസൻ ഫറൂഖ് മരക്കാർ. പുതുച്ചേരിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 30-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായി. ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായതാരാണ്? MO ഹസൻ ഫറൂഖ് മരക്കാർ. ക്രിസ്ത്യൻസ് ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ് മേഘാലയ, മിസോറാം, നാഗാലാൻഡ് എന്നിവ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളത് ജമ്മു കാശ്മീരും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപുമാണ്. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. കറുത്ത പഗോഡ കൊണാർക്കിലെ സൂര്യക്ഷേത്രം. എന്നാൽ വെളുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവുമാണ്. ജുനഗഡ് എന്ന സ്ഥലം ഗുജറാത്തിലും ജുനഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലെ ബിക്കാനീറിലുമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനും ആദ്യ തെക്കേ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശുമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ആദ്യ തെക്കേ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശുമാണ്. 1993 ഏപ്രിലിൽ നിലവിൽ വന്ന 73-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ പിൻബലം ലഭിച്ച ശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. 1993 ഏപ്രിൽ നിലവിൽ വന്ന 73-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ പിൻബലം ലഭിച്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശിലാണ്. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം ശിവകാശിയാണ്. സിൽക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലമാണ് കാഞ്ചീപുരം.
ഭാരതിയാർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരും ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരുച്ചിറപ്പള്ളിയുമാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.